ഹൈക്കോടതിയിലും തിരുവനന്തപുരത്തെ കോടതി സമുച്ചയത്തിലും അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ വ്യക്തമായ പ്രശ്നപരിഹാരമുണ്ടാക്കാൻ സർക്കാരിന് ആയില്ല. ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ സർക്കാർ അമാന്തം കാട്ടിയെന്നും ആരോപണം ഉയർന്നു. ജനാധിപത്യ വ്യവസ്ഥയിലെ നിർണായകമായ രണ്ട് നെടുന്തൂണുകൾ തമ്മിൽ നേരിട്ടേറ്റുമുട്ടിയ അനിതര സാധാരണമായ സാഹചര്യം നേരിടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് വിമർശനം ഉയർന്നു. വൈകിയാണെങ്കിലും ഇരുകൂട്ടരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. പരിഹാര ശ്രമം നടത്തിയെങ്കിലും അത് പൂർണ്ണ വിജയം കണ്ടില്ല. ഈ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി എന്ന ഭരണഘടനാ സ്ഥാപനത്തിന് ഇടപെടാൻ വലിയ പരിമിതികളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ രണ്ട് വിഭാഗങ്ങളെയും സമൂഹത്തിൻ്റെ മനസാക്ഷിയായി പ്രവർത്തിക്കേണ്ട ഈ രണ്ട് വിഭാഗങ്ങളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു സംവാദത്തിൻ്റെ നൈരന്തര്യം ഉറപ്പാക്കാൻ തീർച്ചയായിട്ടും ഒരു കേരളത്തിൻ്റെ മുഖ്യ ഭരണാധികാരി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. ഒരു കാലത്തും കേരളത്തിൽ മാധ്യമങ്ങൾക്ക് ഇതുപോലെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല. മാധ്യമ പ്രവർത്തകർക്ക് ഭയപ്പാടോടുകൂടി കേരളത്തിൽ ജീവിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല. ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അടച്ചുപൂട്ടിയ കശുവണ്ടി ഫാക്ടറികൾ തുറക്കുക എന്നത്. ആ വാഗ്ദാനം നിറവേറ്റാനായത് LDF മന്ത്രിസഭയ്ക്കും ജെ മേഴ്സിക്കുട്ടിയം എന്ന മന്ത്രിക്കും പൊൻതൂവലായി. കശുവണ്ടി വികസന കോർപ്പറേഷന് കീഴിൽ പൂട്ടിക്കിടന്നിരുന്ന ഫാക്ടറികൾ വീണ്ടും തുറന്നു പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പട്ടിണിയിലും ദുരിതത്തിലുമായ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് അത് അനുഗ്രഹമായി. ഓണത്തിനു മുമ്പ് ഫാക്ടറികൾ തുറക്കുമെന്ന വാഗ്ദാനം ചിങ്ങമാസം 1-ാം തീയതി തന്നെ യാഥാർത്ഥ്യമായപ്പോൾ സന്തോഷത്തിന്റെ സൈറനാണ് കശുവണ്ടി ഫാക്ടറികളിൽ നിന്നും ഉയർന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനമുണ്ട്, ഞങ്ങൾ കയറിയാൽ ഓണത്തിന് മുമ്പ് കശുവണ്ടി ഫാക്ടറികൾ തുറക്കുമെന്ന് പറഞ്ഞു. കശുവണ്ടി ഫാക്ടറി കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെയും കാപ്പക്സിൻ്റെയും കീഴിലുള്ള ഫാക്ടറികളെല്ലാം തുറന്നു, അവർക്ക് ജോലി കൊടുത്തു. മാത്രമല്ല സ്വകാര്യ ഫാക്ടറികളും തുറക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കശുവണ്ടി തൊഴിലാളികൾക്ക് ജോലി കൊടുത്ത് ഇപ്പോൾ തുറന്നിട്ടുണ്ട്. എത്ര ദിവസം പോകുമെന്ന് നമുക്കറിയാം. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മലയാളി നേരിടുന്ന പ്രശ്നമാണ്. ഓണക്കാലമായാൽ പിന്നെ പറയേണ്ടതുമില്ല. എന്തായാലും 100 ദിവസത്തെ ഭരണത്തിനുള്ളിൽ തന്നെ പൊതുവിപണിയിൽ ഇടപെടുന്നതിൽ സർക്കാർ ജാഗ്രത കാട്ടിത്തുടങ്ങിയിട്ടുണ്ട്. കുത്തഴിഞ്ഞു കിടന്ന സപ്ലൈകോ, അഴിമതിയിൽ മുങ്ങിയ കൺസ്യൂമർ ഫെഡ്, പേരിലൊതുങ്ങിയ ഹോർട്ടികോർപ്പ് എന്നീ സർക്കാർ സ്ഥാപനങ്ങളിൽ അടിയന്തര ഇടപെടലിന് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കണമെങ്കിൽ സമാന്തരവും സജീവവുമായ സർക്കാർ ഇടപെടൽ അനിവാര്യമാണെന്ന തിരിച്ചറിവിലായിരുന്നു ഇത്. വിപണി ഇടപെടലിനായി ബജറ്റ് നീക്കിവെച്ച 150 കോടിയിൽ 81.42 കോടി രൂപ സപ്ലൈകോക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചു. മാവേലി സ്റ്റോറുകളിൽ 5 വർഷം വില കൂട്ടില്ലെന്ന തീരുമാനം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തതാണ്. എന്നാൽ അഴിമതിയുടെ കൂത്തരങ്ങായിരുന്ന സിവിൽ സപ്ലൈസ് വകുപ്പിൽ സർക്കാർ ഇടപെടൽ ഇനിയും ഊർജിതമാക്കേണ്ടതാണെന്ന് തെളിയിക്കുന്നതാണ് മായം കലർന്ന അരി വിൽക്കാൻ വെച്ച സംഭവം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഒരു പ്രഖ്യാപനം നടത്തി. കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് ഇത് രണ്ടും തടയാനുള്ള ഇടപെടൽ സർക്കാർ അതിശക്തമായിട്ട് നടത്തും. സാധനങ്ങളില്ലല്ലോ പലയിടത്തും. സാധനങ്ങൾ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, നന്മ സ്റ്റോറുകൾ കംപ്ലീറ്റായി പൂട്ടി. മാവേലി സ്റ്റോറുകളിൽ സാധനം കിട്ടാനില്ല. ഘടകകക്ഷികളുടെ തലയിൽ കെട്ടിവയ്ക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് CPM തന്നെ ഏറ്റെടുത്തെങ്കിലും പല പ്രശ്നങ്ങളും ഉയർന്നു വന്നു. അതേസമയം പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് പല നടപടികളും സർക്കാർ തുടങ്ങി. അടച്ചുപൂട്ടാൻ തീരുമാനിച്ച മലാപ്പറമ്പ്, മാങ്ങാട്ടുമുറി, കിരാലൂർ, പാലാട്ട് എന്നീ സ്കൂളുകൾ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് പൊതുവിദ്യാഭ്യാസ രംഗം സംരക്ഷിക്കുമെന്ന നിലപാടിന്റെ ഭാഗമായിരുന്നു. സർക്കാർ സ്കൂളുകളുടെ ഗുണനിലവാരം ഉയർത്താൻ വളരെയധികം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വളരെ കമ്മിറ്റഡായിട്ടുള്ള ഒരു പ്രവർത്തനവും ഒരു നയരൂപീകരണവും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഓണപരീക്ഷ അടുത്തിട്ടും കുറേ സ്കൂളുകളിൽ പുസ്തകം എത്തിയില്ലെന്ന പരാതിയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഉയർന്നു. മന്ത്രിമാർ ക്ലാസ് എടുക്കാൻ പോകണമെന്ന് പറയും, മുഖ്യമന്ത്രി ഉൾപ്പെടെ. ആദ്യം പാഠപുസ്തകം കൊടുത്തിട്ട് ക്ലാസ് എടുക്കട്ടെ. ഓണപരീക്ഷയ്ക്ക് പാഠപുസ്തകം പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല.